സുഹൃത്തുക്കളെ, 2 ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ ഫേസ്ബുക്കിൽ പേജിൽ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. പ്രധാനമന്ത്രിയുടെ AI നിർമ്മിതമായ ഒരു വീഡിയോയാണ്. അത് ഞാൻ നിർമ്മിച്ചതാണ് എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നല്ല രീതിയിലുള്ള പ്രചരണം നടക്കുന്നുണ്ട്. ഞാൻ നിർമ്മിച്ച വീഡിയോ അല്ല. ഞാനൊരു ആരുടെയോ ഇതിൽ കണ്ട ഒരെണ്ണം ഞാൻ ഷെയർ ചെയ്ത് അതിനിടെ ചെയ്തതാണ്. അത് AI നിർമ്മിതമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയാതെ പോയി. ഞാൻ വീഡിയോ ചെയ്തത് കാരണം ആർക്കെങ്കിലും എന്തെങ്കിലും മാനസിക പ്രയാസം നേരിട്ടിട്ടുണ്ട് എങ്കിൽ ഞാൻ എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു. നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ചില ചിത്രങ്ങൾ അല്ലെങ്കിൽ പിണറായി വിജയനെ കളിയാക്കിക്കൊണ്ടുള്ള എന്തെങ്കിലും ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടാൽ കഴിഞ്ഞ 10 വർഷം പോലീസ് കേസ് റിമാൻഡ് പോലീസ് വന്ന് പൊക്കിക്കൊണ്ടു. പോലീസ് സ്വമേധയാ കേസെടുക്കും. ആരും പരാതിയൊന്നുമില്ല. പോലീസ് വന്ന് ഓട്ടോമാറ്റിക്കാണ്. അത് ഓട്ടോമാറ്റിക്കലി സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. കാരണം എവിടെ ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഓൺലൈനിൽ മുഖ്യമന്ത്രിക്കെതിരെ ഒരു പടം, മുഖ്യമന്ത്രി ഒരു തലപ്പടം വെച്ചിട്ട് കാർട്ടൂൺ പടം ഒരു തലപ്പടം വെച്ച് ഒരു കളിയാക്കുന്ന 2 വാചകം എഴുതി ആരെങ്കിലും പോസ്റ്റ് ചെയ്താൽ അപ്പോൾ പണി ഉറപ്പ്. ഇനി സർക്കാർ ഉദ്യോഗസ്ഥരാണെങ്കിൽ സസ്പെൻഷനും ഉറപ്പാണ്. അത് പലതവണ ഓർമ്മയുണ്ട്. പണ്ട് പല ഉദ്യോഗസ്ഥർക്കെതിരെയും ഇതേപോലെ കേസുകൾ സസ്പെൻഷൻ വന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കളിയാക്കിക്കൊണ്ടൊരു മലയാളി, കൈപ്പാടി അൻസാരി എന്നാണ് അയാളുടെ ഫേസ്ബുക്ക് ഹാൻഡിലിൻ്റെ പേര്. അയാൾ പറഞ്ഞ ഫേസ്ബുക്ക് പേജിൽ വന്ന ഒരു ചിത്രമാണ്, എൻ്റേതല്ല, പക്ഷേ ഒരു AI ചിത്രമാണ്. അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ട്രംപുമായിട്ട് നിൽക്കുന്ന ഒരു മോശപ്പെട്ടൊരു ചിത്രം. അപ്പം അങ്ങനൊരു വീഡിയോ അതിൽ വന്നു. ആദ്യമൊക്കെ പുള്ളി ഭയങ്കര ആഘോഷിച്ചു, അതിൽ കമൻ്റൊക്കെ ഇട്ട് സന്തോഷപൂർവ്വം തുള്ളിച്ചടയൊക്കെ ചെയ്തു. പക്ഷേ 2 ദിവസം കഴിഞ്ഞപ്പോൾ കഥ മാറി, കളി മാറി. ആരൊക്കെയോ ഇത് പണി കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ ഇപ്പോഴൊരു മാപ്പപേക്ഷയിട്ട് വന്നിരിക്കുകയാണ്. പക്ഷേ ഇവിടുത്തെ ചോദ്യം, ഈ പ്രധാനമന്ത്രിക്ക് ഇവിടെ സബ് ഓഫീസൊന്നുമില്ല. പ്രൈം മിനിസ്റ്റർ ഓഫീസിന് കേരളത്തിൽ മറ്റേ സാറ്റലൈറ്റ് ഓഫീസുകളൊന്നുമില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് BJP സംസ്ഥാന നേതൃത്വത്തിലെ മീഡിയ ടീമാണ് നോക്കേണ്ടത്. അവരാണ് ശ്രദ്ധയിൽപ്പെടുത്തേണ്ടത്. സംസ്ഥാന പ്രസിഡന്റോ നമ്മുടെ ജുബൈഡുന്ന ജനറൽ സെക്രട്ടറി ഒന്നുമല്ല. ഇതിൽ ആർക്ക് വേണമെങ്കിലും ശ്രദ്ധയിൽപ്പെടുത്താം. ഉത്തരവാദിത്തപ്പെട്ട മാധ്യമ പ്രവർത്തകർ, മറ്റേ മീഡിയ സെല്ലിൽ ഇപ്പോഴും ഒരു 1 ടീം അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം അവരാണ് ശരിക്കും ഇത് മീഡിയ ടീമാണ്. അവർക്ക് ഉത്തരവാദിത്വം കൂടും. അതെ, അവരാണ് ചെയ്യേണ്ടത്, സംസ്ഥാന ഘടകത്തിന് ശ്രദ്ധയിൽപ്പെടുത്തേണ്ടത്. അതല്ലാതെ പ്രതിപക്ഷത്തെ 35 MLA-മാർ നിയമസഭയിൽ എന്ത് ചെയ്യുന്നു സ്ക്രോൾ ചെയ്തിട്ട് കാര്യമില്ല. പക്ഷേ നിർഭാഗ്യവശാൽ ഈ ഒരു വാർത്ത, ഈ ഒരു സംഭവം ആരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന് തോന്നുന്നു. ശ്രദ്ധയിൽപ്പെടാത്തതല്ല, ഇതൊന്നും BJP വേണ്ട വിധത്തിൽ ഇതൊന്നും കൈകാര്യം ചെയ്യുന്നത്. BJP ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്കാണോ പ്രവർത്തിക്കുന്നതെന്ന് എനിക്ക് സംശയമുണ്ട്. ഇലക്ഷൻ കഴിഞ്ഞല്ലോ. ഈ ഇലക്ഷൻ സമയമാകുമ്പോൾ അതെന്താ സംഭവിക്കണമെന്ന് ഞാൻ പറയാം. ഇലക്ഷൻ സമയമാകുമ്പോൾ RSSന്റെ സംഘടനാ സംവിധാനത്തെ ഇവർ പൂർണ്ണമായിട്ട് ഉപയോഗിക്കും. RSSകാർ എല്ലാവരും അവർ പറഞ്ഞ പോലെ കാശ് വാങ്ങി പ്രവർത്തിക്കുന്നവരല്ല. അപ്പോൾ അവർ ഈ BJP ജയിച്ചു വരണം, നരേന്ദ്രമോദിയുടെ കേന്ദ്ര ഭരണം പോലെ കേരളത്തിലും BJPയുടെ ഭരണം വരണം എന്നൊക്കെ ആഗ്രഹിച്ച് അവർ എണ്ണയിട്ട യന്ത്രം പോലെ അങ്ങ് പ്രവർത്തിക്കും. ഈ എന്താ പറയുക, തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ ആണ് RSS താഴെത്തട്ടിൽ വരെ പ്രവർത്തിക്കുന്നത്. അതിന് ഫലം ഉണ്ടാകാത്തത് മറ്റൊരു കാര്യം. കുപ്പയിലൊരു വേസ്റ്റ് കളയുന്നെങ്കിൽ അതിന് ലക്ഷ്യവും ഒരു ഫലവും ഇത് പ്രവർത്തിക്കുന്നു. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ BJP 5 കൊല്ലം കൂടുമ്പോൾ മത്സരിക്കുന്നുണ്ട്. പക്ഷേ ഈ വർഷങ്ങളിലെല്ലാം BJP എത്ര രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടുണ്ട് നോക്കൂ. നമ്മുടെ ഇപ്പോൾ തന്നെ ഇവിടെ കേരളത്തിൽ ഈ കഴിഞ്ഞ 1 മാസമായി കോൺഗ്രസ് ഭരിക്കാൻ കയറി, UDF ഭരിക്കാൻ കയറിയിട്ട് BJP സംസ്ഥാന നേതൃത്വം എത്ര രാഷ്ട്രീയം ചർച്ച ചെയ്തിട്ടുണ്ട്, എത്ര രാഷ്ട്രീയ പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട്, എത്ര രാഷ്ട്രീയ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. കോട്ടയത്തെ കയറി ഇതേപോലെ മറ്റേ സൗജന്യ പ്രിയദർശിനി, അതിവിടെ തിരുവനന്തപുരത്തും അത് നേരത്തെ വന്നു. കോട്ടയത്ത് അന്ന് ദിവസം ബസ്സിൽ കയറി ഇതേപോലെ ടിക്കറ്റ് എടുക്കില്ല എന്ന് പറഞ്ഞപ്പോൾ നാട്ടുകാർ കണ്ടപ്പോഴും ഓടിച്ചു. നിങ്ങൾ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യില്ല, ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് ബഹളം വെച്ചപ്പോൾ നാട്ടുകാർ ഓട്ടിച്ചവർ. അങ്ങനെ അതും മറ്റേ ഫാസ്റ്റ് ബസ്സിൽ എന്താ കയറിയിട്ട് അത് സംവിധാനമില്ലാത്ത ബസ്സിൽ കയറി ടിക്കറ്റ് എടുക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അപ്പം അതുമാത്രം ശ്രദ്ധയിൽപ്പെട്ടുള്ളൂ. ബാക്കി അതാണ് ഞാൻ പറഞ്ഞത്. BJP ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്കാണോ ഇവർ ഈ ഇലക്ഷൻ സമയമാകുമ്പോൾ ഈ ഹിന്ദു പീഡനം, ഹിന്ദുക്കളെ വല്ലാണ്ട് പീഡിപ്പിക്കുന്നു. വാസ്തവത്തിൽ ഈ ഇടതുപക്ഷവും വലതുപക്ഷവും
ഭൂരിപക്ഷത്തിനെ അവഗണിക്കുന്നു, പുച്ഛിക്കുന്നു, പരിഗണിക്കുന്നില്ല. ഈ പരാതികൾ എമ്പാടും വ്യാപകമാണ്. ഇത് ബി ജെ പിക്കാർ പറഞ്ഞതുകൊണ്ട് ആ പരാതി ഇല്ലാതാവില്ല, അല്ലെങ്കിൽ പരാതി ഉണ്ടാവില്ല. പക്ഷേ ഇത് വാസ്തവമാണ് എന്ന് പൊതുവേ ജനങ്ങൾക്കെല്ലാവർക്കും അറിയാം. ഇത് പറഞ്ഞത് AK ആൻ്റണി പറഞ്ഞു അല്ലേ മുമ്പ്. വെള്ളാപ്പള്ളി നടേശൻ ഇത് ഉറക്കെ വിളിച്ചു പറഞ്ഞു. വെള്ളാപ്പള്ളി നടേശൻ ആരെയും തലയും മുറുക്കി ഇറങ്ങി രംഗത്ത് വന്നയാളാണ്. അങ്ങനെ പലരും ഈ വിഷയം പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിലേക്ക് പോകുന്നില്ല, അതല്ലല്ലോ നമ്മുടെ വിഷയം. അപ്പോൾ BJP ഈ സമയമാകുമ്പോൾ ഇങ്ങനെ ചില ഗിമ്മിക്കുകൾ എടുക്കും എന്നല്ലാതെ സത്യത്തിൽ ഈ രാജീവ് ചന്ദ്രശേഖർ വന്നതിന് ശേഷം കേരളത്തിൽ BJPയുടെ രാഷ്ട്രീയ പ്രവർത്തനം വട്ടപൂജ്യമാണ് എന്ന് പറയേണ്ടി വരും. ക്യാബിൻ, AC കാർ, അതല്ല രാഷ്ട്രീയ പ്രവർത്തനം. നോക്കൂ, ഞാൻ 2009 മുതൽ 2015 വരെ V. മുരളീധരൻ BJPയുടെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്നു. V. മുരളീധരൻ എന്ന രാഷ്ട്രീയ നേതാവിനോട് നമുക്ക് യോജിക്കാം, വിയോജിക്കാം, അതിനുള്ള സ്വാതന്ത്ര്യം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ആ കാലത്ത് ഞാൻ തിരുവനന്തപുരത്തും കൊല്ലത്തും എറണാകുളത്തും ഒക്കെ ജോലി ചെയ്ത ഒരാളാണ്. എനിക്ക് വ്യക്തമായിട്ടറിയാം അന്ന് BJPയും BJPയുടെ സംസ്ഥാന പ്രസിഡൻറ്റും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള സംസ്ഥാന ഭാരവാഹി ടീമും മിക്കവാറും എല്ലാ വിഷയത്തിലും ഇടപെട്ടിരുന്നു, വളരെ ശക്തമായിട്ട് ഇടപെട്ടിരുന്നു. അതുകൊണ്ട് 2009 ഡിസംബറിലാണ് അദ്ദേഹം സംസ്ഥാന പ്രസിഡൻ്റായിട്ട് വരുന്നത്. 2010 ഒക്ടോബറിൽ തദ്ദേശ തിരഞ്ഞെടുപ്പ് നടക്കുന്നു. തിരുവനന്തപുരത്ത് 6 കൗൺസിലർമാർ ജയിച്ചു BJPക്ക്. അന്ന് വാസ്തവത്തിൽ CPM അതായത് ഒരു സീറ്റിൻ്റെ ഭൂരിപക്ഷത്തിനാണ്. ഇന്ന് BJP എങ്ങനെയാണോ നഗരസഭയിൽ നിൽക്കുന്നത് അതുപോലെ അന്ന് ഒരു സീറ്റിൻ്റെ ഭൂരിപക്ഷത്തിനാണ് LDF നഗരസഭ ഭരണം നടത്തിയിരുന്നത്. അന്ന് BJP കൗൺസിലർമാർ നല്ല പിന്തുണ LDFന്, അതായത് ന്യായമായ എല്ലാ കാര്യങ്ങളിലും നല്ല പിന്തുണ കൊടുത്തു. വാസ്തവത്തിൽ V. മുരളീധരൻ വന്നതിന് ശേഷം ഉണ്ടായൊരു മാറ്റം അവിടം തൊട്ട് ആരംഭിക്കുകയാണ്. 2010 ഒക്ടോബർ മുതൽ 2011 നിയമസഭാ തിരഞ്ഞെടുപ്പ് വന്നു. നേമം, കാട്ടാക്കട, മഞ്ചേശ്വരം, പിന്നെ കാസർഗോഡ്, പാലക്കാടൊക്കെ BJP 2ാം സ്ഥാനത്തെത്തി. എനിക്ക് തോന്നുന്നു കാട്ടാക്കടയിൽ 3ാം സ്ഥാനത്താണ്. പക്ഷെ നല്ല രീതിയിൽ വോട്ട് പിടിച്ചു കാട്ടാക്കട. അപ്പോൾ BJP നല്ല ശക്തമായ രീതിയിൽ വോട്ട് പിടിച്ച് മുന്നോട്ട് വന്നു. ഈ മണ്ഡലങ്ങളിലൊക്കെ BJP വലിയ മുന്നേറ്റം കാഴ്ചവെച്ചു. മറ്റു പല മണ്ഡലങ്ങളിലും BJP പുറകിലേക്ക് പോയി. പതിവ് പോലെ തന്നെ വലിയ വോട്ടൊന്നുമില്ല, 5000-4000 വോട്ടൊക്കെ പിടിച്ചുള്ളൂ. പക്ഷേ ഈ മണ്ഡലങ്ങളിൽ നേമത്ത് ശിവൻകുട്ടി പുറകിലായി. എത്രയോ റൗണ്ട് എണ്ണുമ്പോൾ ശിവൻകുട്ടി പുറകിലായിരുന്നു. അത് പിന്നീട് കയറി വരികയായിരുന്നു. അപ്പോൾ അത്തരത്തിൽ 2014 ലോക്സഭാ തിരഞ്ഞെടുപ്പ് എടുക്കൂ. തിരുവനന്തപുരത്ത് അവസാന നിമിഷം വരെ രാജഗോപാൽ മുന്നിലായിരുന്നു. ഈ കോവളം, നെയ്യാറ്റിങ്കര, പാറശാല ഈ 3 മണ്ഡലം എണ്ണിയപ്പോഴാണ് ശശി തരൂർ മുന്നിൽ കയറിയത്. എന്നിട്ട് ശശി തരൂർ 12,000 വോട്ടിന് എന്തോ ആണ് ജയിച്ചത്. രാജഗോപാൽ ഏതാണ്ട് 20,000-ന് പുറത്ത് വോട്ടിന് ലീഡ് ചെയ്യുകയായിരുന്നു തിരുവനന്തപുരത്ത്. ഈ ആദ്യത്തെ ഈ 4 മണ്ഡലങ്ങൾ, അതായത് നഗരമണ്ഡലങ്ങൾ എണ്ണുമ്പോൾ. അതൊക്കെ പറഞ്ഞാൽ ഇപ്പോഴും 3 MLA-മാരേ ഉള്ളൂ. അല്ല, അത് മറ്റൊരു കാര്യം അല്ല ഞാൻ പറഞ്ഞത്. അന്ന് അപ്പോൾ BJP അന്ന് രാഷ്ട്രീയത്തിൽ കൃത്യമായി ഇടപെട്ടുകൊണ്ടിരുന്നു. അതുകൊണ്ടാണ് റിസൾട്ട് ഉണ്ടായിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ 24-ൽ സുരേഷ് ഗോപി ജയിച്ചത് വെറുതെ അല്ല. 2019-ൽ സുരേഷ് ഗോപി അവിടെ മത്സരിച്ചു, തൃശ്ശൂരിൽ വലിയ നേട്ടമുണ്ടാക്കി, ധാരാളം വോട്ട് പിടിച്ചു. അതിനുശേഷം 2024 വന്നപ്പോഴത്തേക്കും ഈ 2019 മുതൽ 24 വരെ അദ്ദേഹം തൃശ്ശൂർ സജീവമായിരുന്നു, അവിടെ താമസിച്ച് പ്രവർത്തിച്ചു. BJPയുടെ ഫുൾ മിഷണറി ഒപ്പം ഉണ്ടായിരുന്നു. RSS എണ്ണയിട്ട യന്ത്രം പോലെ അവരുടെ സംഭാവന നൽകി. നരേന്ദ്രമോദി 4 തവണ വന്നിട്ട് പോയി. ഇതൊക്കെ കൊണ്ടാണ്, സുരേഷ് ഗോപിയുടെ ഗ്ലാമർ കൊണ്ട് മാത്രം ജയിച്ചതല്ല, അതും ഒരു ഘടകമാണ്. ഒപ്പം അവിടെ എല്ലാവരെയും വിശ്വാസത്തിലെടുത്തു. അവിടെ ക്രിസ്ത്യൻ സമൂഹവും സുരേഷ് ഗോപിക്ക് പിന്തുണ കൊടുത്തു. അതും കാണാതിരുന്നുണ്ട്. നമ്മളിതൊന്നും അങ്ങനെ അല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സത്യത്തിന് നേരെ കണ്ണടച്ച് കാണിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ എല്ലാവരുടെയും പിന്തുണ ഉള്ളതുകൊണ്ടാണ് ഏതാണ്ട് 76,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് സുരേഷ് ഗോപി ജയിച്ചത്. അല്ലാതെ അത് മാജിക്കൊന്നുമല്ല. പക്ഷെ ആ BJPയുടെ പ്രവർത്തനം ഇന്നുണ്ടോ? ഇപ്പം ഇത് മാത്രമല്ല, നമ്മളൊന്ന് നോക്കൂ. ഇപ്പോൾ തിരുവനന്തപുരം നഗരസഭയിൽ ഒരു വിഷയമുണ്ടായി. എന്താ, BJP 20 കൗൺസിലർമാർ ദൈവനാമത്തിൽ, അതായത് സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ പാലിക്കേണ്ട മാനദണ്ഡം, മര്യാദ പാലിച്ചില്ല. ദൈവനാമത്തിൽ അല്ലെങ്കിൽ ദൃഢപ്രതിജ്ഞ അതാണ് ചെയ്യേണ്ടത്. അതിന് പകരം
ഇവർ പിന്നെ ഈ അവരവർക്ക് ഇഷ്ടമുള്ള അവരുടെ സങ്കല്പത്തിലെ ഒരു ദൈവനാമത്തിൽ അവർ സത്യപ്രതിജ്ഞ ചെയ്തു. ചിലർ ശ്രീപത്മനാഭൻ്റെ നാമത്തിൽ ചെയ്തു, ചിലർ ശ്രീകണ്ഠേശ്വരത്തെ ശിവൻ്റെ പേരിൽ ചെയ്തു, ചിലർ ബലിദാനികളുടെ പേരിൽ ചെയ്തു. ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് 2006 സമാനമായൊരു കേസ് വന്നപ്പം കോടതി ഈ കാര്യത്തിൽ കേരള ഹൈക്കോടതി അന്നൊരു വിധി പറഞ്ഞതാണ്. ഈ താൻ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ പേരിൽ ഒരു സത്യപ്രതിജ്ഞ ചെയ്തു എന്നുള്ളതാണ് അവർ ചെയ്ത കാര്യം. അപ്പോൾ അതിനുശേഷം അന്നത് കോടതി അതൊരു വലിയ കുറ്റമായിട്ടൊന്നും പറഞ്ഞില്ല. ഇപ്പോൾ ഇവിടെ തിരുവനന്തപുരം നഗരസഭയിൽ ഇത് ചട്ടലംഘനമാണെന്നും പറഞ്ഞ് CPM-കാർ കൊണ്ട് കേസ് കൊടുത്തു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഹൈക്കോടതി കേസ് പരിഗണിച്ചപ്പോൾ നിയമവും വകുപ്പും എല്ലാം നോക്കിയിട്ട് കോടതി പറഞ്ഞു ഇവരുടെ സത്യപ്രതിജ്ഞ ഇത് ശരിയായ രീതിയല്ല, അതുകൊണ്ട് ഇവർ സത്യപ്രതിജ്ഞ ഒന്നുകൂടെ ചെയ്യണം, പറഞ്ഞിരിക്കുന്ന ചട്ടപ്രകാരം ചെയ്യണം, അത് 4 ആഴ്ചക്കകത്ത് ചെയ്യണം എന്ന് പറഞ്ഞ് കോടതി ആ വിധി തീർപ്പാക്കി. ഇവരുടെ എന്താ പറയുക, ജയം തന്നെ അസാധുവാക്കണം എന്ന് പറഞ്ഞാണ് CPM പോയത്. ജയിപ്പിച്ചത് ജനങ്ങളാണ്. ജയിച്ച് വന്നതിന് ശേഷം സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ അതിലൊരു പാകപ്പിഴ ഉണ്ടായി, ചട്ടലംഘനം ഉണ്ടായി. അത് CPM-ന്റെ ഒരു വിജയമാണ്. കാരണം അവരൊരു ഇനിഷ്യേറ്റീവ് എടുത്തു ഹൈക്കോടതി. പക്ഷെ അതേ CPM എന്തുകൊണ്ട് ഭീമാവള്ളി കൗൺസിലർ അള്ളാഹുവിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തതിനെ എതിർക്കാൻ പോയില്ല? അതിനെതിരെ കേസ് കൊടുത്തില്ല. അപ്പൊ അവിടെ അവിടെ ഒരു കടുത്ത ഒരു ഇരട്ടത്താപ്പുണ്ട്. എന്താണെന്ന് ഞാൻ പറയാം. മറ്റത് പിന്നെ ഒരു മുസ്ലിം സങ്കല്പമാണ് അള്ളാഹുവിൻ്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ. അതിനെ എതിർക്കാൻ പോയാൽ CPM-ന് ഇപ്പോൾ ഉണ്ടായത് 35 സീറ്റെങ്കിലും കിട്ടിയില്ലേ? അന്ന് അതിനെ എതിർത്ത് ഭീമാവള്ളി കൗൺസിലർക്കെതിരെ പരാതിയുമായിട്ട് ഹൈക്കോടതി പോയിരുന്നെങ്കിൽ ഇന്ന് 35 സീറ്റും കിട്ടൂല. ഇന്ന് 35 സീറ്റിൽ LDF ജയിച്ച് MLA-മാർ അവിടെ ഉണ്ടല്ലോ. സാക്ഷാൽ പിണറായി വിജയൻ വരെ ധർമ്മടത്ത് തോറ്റുപോയത്. ഇതിപ്പം അവർ വിചാരിച്ച് LDF കാരണം അവിടെ മുസ്ലിം സമുദായം ഒറ്റക്കെട്ടാണ്, അതൊരു വോട്ട് ബാങ്കാണ്. തീർച്ചയായിട്ടും അവരുടെ മതപരമായ വികാരങ്ങളെ തൊട്ട് കളിച്ചാൽ അത് CPM അല്ല, പിണറായി വിജയനല്ല, ഏത് പൊന്നുമോനായാലും അവർ പാഠം പഠിപ്പിക്കും. അതേസമയം ഈ പാവപ്പെട്ട ഹിന്ദുക്കൾ, അസംഘടിതരായ ഹിന്ദുക്കളുടെ നെഞ്ചത്തേക്ക് ആർക്ക് വേണമെങ്കിലും അതിന് ഹിന്ദുക്കൾക്ക് വേണ്ടി BJP ആണ് നിൽക്കുന്നത്. അങ്ങനെയാണല്ലോ ഇവർ പറയുന്നത്. അല്ല, അവര് പറയുന്നതല്ലേ, ഇവർ സമസ്ത പറയുന്നു ഞങ്ങൾ മുസ്ലിം സമുദായത്തിന് വേണ്ടി നിൽക്കുന്നത്. എന്നിട്ട് ലീഗ് അംഗീകരിക്കുന്നുണ്ടോ? സമസ്ത അതേപോലെയാണ്. അല്ല, BJP ഒരു ഹിന്ദു പാർട്ടിയാണെന്ന് പറയുന്നത് ആരാണ്? BJP ആണോ പറയുന്നത്? അല്ല, അതിവിടുത്തെ ഇടതുപക്ഷവും വലതുപക്ഷവുമാണ്. BJP-യുടെ ഹിന്ദുത്വമൊക്കെ പോയി. അവരിപ്പം BJP-ക്കാർ അത് മറ്റൊരു വിഷയമാണ്. ഇവിടത്തെ കാര്യം CPM-നെ സംബന്ധിച്ചിടത്തോളം BJP-യെ ഒരു ഹിന്ദു പാർട്ടിയായിട്ട് മാത്രം മുദ്ര കുത്തി അവരെ എതിർക്കാൻ ഞങ്ങളെ ഉള്ളൂ, ഈ കോൺഗ്രസ് ഇതൊന്നും ചെയ്യില്ല എന്ന് വരുത്തി തീർക്കാനാണ്. പക്ഷെ ഈ പെടാപ്പാടെല്ലാം പെട്ടിട്ടും ഒരു കാര്യമില്ല. ഇപ്പോൾ ഈ നരേന്ദ്രമോദിയുടെ കാര്യത്തിൽ പറഞ്ഞല്ലോ, അവിടെ എനിക്ക് ഒരു വിയോജിപ്പുണ്ട്. നരേന്ദ്രമോദിക്കെതിരെ ഒരു AI വീഡിയോ ഈ കൈപ്പാടി അൻസാരി എന്ന് പറയുന്ന ആളും അയാൾ പറയുന്നത് ഞാൻ പങ്കുവെച്ചതേ ഉള്ളൂ, ഞാനല്ല ആ വീഡിയോ നിർമ്മിച്ചതെന്നാണ് പറയുന്നത്. പക്ഷേ ആ വീഡിയോ ആര് നിർമ്മിച്ചതാണെങ്കിലും ഈ വളരെ മോശമായി ട്രംപ് വളരെ മോശമായ രീതിയിൽ, മ്ലേച്ഛമായ രീതിയിൽ പെരുമാറുന്നു. നരേന്ദ്രമോദി അതിനെ സ്വീകരിക്കുന്നു. ആ രീതിയിലാണ് ആ വീഡിയോ ചിത്രീകരിച്ചിരിക്കുന്നത്. അത് നമ്മൾ പറയുന്നത് ശരിയല്ല. അത് നമ്മുടെ പ്രധാനമന്ത്രിയെ അങ്ങേയറ്റം അപമാനിക്കുന്ന, നമ്മുടെ രാജ്യത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ്. അങ്ങനൊരു സംഭവം അവിടെ എങ്ങും ഉണ്ടായിട്ടില്ല. ഒരിക്കലും നമ്മൾ മനസ്സിലാക്കിക്കൊള്ളൂ, നമുക്ക് വലിയ പാരയൊക്കെ വച്ചിരുന്നാലും അമേരിക്കൻ പ്രസിഡൻറ്റോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഉയർന്ന ആൾക്കാർ, വൈസ് പ്രസിഡൻ്റ് അടക്കമുള്ളവർ, ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരിയും ഇതുപോലുള്ള ഒരു ഉച്ചകോടിയിൽ വന്നിട്ട് ഏതെങ്കിലും ഒരു രാഷ്ട്രത്തലവനോട് അങ്ങനെ മോശമായിട്ട് പെരുമാറില്ല. അങ്ങനെ പെരുമാറിയ ചരിത്രവും ഇതൊരു വ്യാജമായി നിർമ്മിച്ച വീഡിയോ. സത്യത്തിൽ ഈ വീഡിയോ നിർമ്മിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തത് ആരാണെന്ന് കണ്ടെത്തണം. അതിന് കേസ് കൊടുക്കുക തന്നെ വേണം. പോലീസ് അന്വേഷണം വരട്ടെ. ഇത് പോലീസിന് വേണമെങ്കിൽ സ്വമേധയാ കേസെടുക്കാം. നമ്മളാദ്യം പറഞ്ഞല്ലോ, പിണറായി വിജയന്റെ കാലത്ത് പിണറായി വിജയൻ തുമ്മുന്ന പടം ആരെങ്കിലും സൈബർ ആക്ട് പ്രകാരം മറ്റുള്ള സ്വകാര്യതയിലേക്ക് കടന്നു കയറിയാൽ പോലും കുറ്റമാണ്. അപ്പോൾ അത് പോലീസിന് സ്വമേധയാ കേസെടുക്കാം. പക്ഷെ പോലീസ് അത് ചെയ്യുന്നില്ല. പോലീസ് അത് ചെയ്യാതിരിക്കുന്നു. BJP-ക്കാർ ഉറങ്ങുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അവർക്ക് ഇതൊക്കെ സത്യം പറഞ്ഞാൽ BJP-യുടെ ഏറ്റവും താഴെ തട്ടിൽ ഒരു ബൂത്ത് ലെവലിൽ പ്രവർത്തിക്കുന്ന ഒരു സാധാ പ്രവർത്തകന് തൊട്ട് BJP-യുടെ ദേശീയ അധ്യക്ഷന് വരെ ഈ കാര്യം പരാതിപ്പെടാം. ഇത് പോട്ടെ, കേരളത്തിനകത്തുള്ള ഒരു വിഷയമായതുകൊണ്ട് സംസ്ഥാന പ്രസിഡന്റ് തൊട്ട് താഴോട്ട് എല്ലാവർക്കും പരാതിപ്പെടാം. ഇത് രാജേഷ് ജി പറഞ്ഞതുപോലെ സംസ്ഥാന പ്രസിഡന്റ് ഇത് കാണണമെന്നില്ല. അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടത് അവിടെ കണ്ണും കാതും തുറന്നു ഇരിക്കുന്ന മീഡിയ ടീമുണ്ട്.
അവരവിടെ എന്ത് ജോലിയാണ് ചെയ്യുന്നത്? അവരാണിത് ശ്രദ്ധയിൽപ്പെടുത്തേണ്ടത്. അങ്ങനെ ശ്രദ്ധയിൽപ്പെടുത്തി തീർച്ചയായിട്ടും നിയമ നടപടി സ്വീകരിക്കണം, അല്ലേ? ഇപ്പം തന്നെ ഈ CPM-കാർ നഗരസഭയിലെ കൗൺസിലർമാർക്കെതിരെ കേസ് കൊടുത്തു. ആ കേസ് BJP എന്തുകൊണ്ട് ഇത് കോടതിയിൽ ചൂണ്ടിക്കാണിച്ചില്ല? ഇതാ ഇങ്ങനെ അള്ളാഹുവിൻ്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. BJPക്ക് അത് ചൂണ്ടിക്കാണിക്കാമല്ലോ. ന്യായം പറയുന്നതിന് എന്താണ് ഭയപ്പെടേണ്ടത്? ഇതിവിടെ ഹിന്ദു ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ക്രിസ്ത്യാനി ആണെങ്കിലും മതമുള്ളവനും മതമില്ലാത്തവനും ഒക്കെ നമ്മുടെ ഭരണഘടനയും ചട്ടങ്ങളും അനുസരിക്കണം. അതാണ് രാജ്യത്തെ നിയമവാഴ്ച. അങ്ങനെ ആ ഭരണഘടന നിയമം മൂലം സ്ഥാപിതമായ ഭരണഘടനയുടെ സംരക്ഷണമാണ് ഈ ജയിച്ചു വരുന്ന ജനപ്രതിനിധി നിർവഹിക്കുന്നത്, അല്ലേ? അപ്പോൾ ഏറ്റവും മുകളിൽ ഭരണഘടനയാണ്. ആ ഭരണഘടന എന്ന് പറഞ്ഞാൽ നമ്മുടെ ധർമ്മമാണ്. അത് ഈ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ ഇവരോട് ഓർക്കണമായിരുന്നു. അല്ല, അവർക്ക് ഞാൻ പറയട്ടെ, ഒരു ഗൈഡ് ലൈൻ കൊടുക്കാൻ BJPക്ക് പറ്റിയില്ല. BJPയുടെ ഈ ആൾക്കാർ ഒട്ടുമുക്കാൽ പേരും ആദ്യമായിട്ട് ജയിച്ചു വരുന്നവരാണ്. ഇപ്പം ഉദാഹരണത്തിന് എനിക്കറിയാവുന്ന വിവിധ കൗൺസിലർമാരുണ്ട്. ഇവർ പലരും ആദ്യമായിട്ട് ജയിച്ചു വന്നവരാണ്. അവർക്ക് അറിഞ്ഞുകൂടാ, തെറ്റുപറ്റും. ഇത് രാജേഷ് ജി പറഞ്ഞത് ശരിയാണ്. BJPയുടെ സംസ്ഥാന നേതൃത്വവും ജില്ലാ നേതൃത്വവും ഇവർക്ക് കൃത്യമായി ഗൈഡ് ലൈൻ കൊടുക്കണം. അതവർ ചെയ്തില്ല. അത് ചെയ്യാത്തത് അവരുടെ, അതാണ് ഞാൻ പറഞ്ഞത്. ഇവരൊക്കെ ഇലക്ഷന് മത്സരിച്ചപ്പോൾ കൃത്യമായിട്ട് അവരുടെ സത്യവാങ്മൂലത്തിൽ അവരുടെ സ്വത്തുവകകളും ഒക്കെ ആ ഫോം സ്ഥാനാർത്ഥി പട്ടിക, ആ പത്രിക കൃത്യമായിട്ട് പൂരിപ്പിച്ചു കൊടുക്കാൻ ഇവർക്കൊക്കെ ആകുമായിരുന്നെങ്കിൽ, കഴിയുമായിരുന്നെങ്കിൽ ഇതിലും അതെ ഇതും ചെയ്യേണ്ടതാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അനാവശ്യ വിവാദം ഞാൻ പറഞ്ഞത് അതാണ്. BJP കേരളത്തിൽ BJP എന്ന പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വവും ജില്ലാ നേതൃത്വവും ഒക്കെ രാഷ്ട്രീയമല്ല കളിക്കുന്നത്. അവർ രാഷ്ട്രീയം പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്നില്ല. അവരിങ്ങനെ എന്തൊക്കെയോ ഒരു ഓളത്തിന്. വേറൊരു കാര്യം കൂടെ ഉണ്ട്. സുഗതൻ എന്നൊരു നമ്മുടെ കൗൺസിലർ പുള്ളി അദ്ദേഹത്തെ ഇപ്പൊ ജയിലിലാണ്. കാപ്പ ചുമത്തിയോ ഇല്ലയോ ഒരു കൗൺസിലർ, ഒരു വാർഡിലെ കൗൺസിലർ രാജിവെക്കുകയോ അതിന് സ്ഥാനം നഷ്ടപ്പെടുകയോ ചെയ്താൽ ഇവിടെ ഭരണം താഴെ പോവില്ല. അതിന്റെ കാര്യം ഞാൻ പറഞ്ഞു. അല്ല, ഒരാള് കുറഞ്ഞാലും BJPക്ക് 50 ഉണ്ട്. അപ്പുറത്ത് ഒരു സ്വതന്ത്രൻ ഉൾപ്പെടെയാണ് ഇവരെല്ലാവരും ചേരുന്നത്. അതായത് ഇടതനും വലതനും സ്വതന്ത്രനും ഉൾപ്പെടെ ചേർന്നാണ് അവിടെ 50 ആകുന്നത്. നിൽക്കട്ടെ, അതായത് 101 സീറ്റാണ് ഇപ്പോൾ ഉള്ളത്. 100 സീറ്റിൽ 50-50. ഈ 100 സീറ്റിൽ 49-51 ആയിരുന്നെങ്കിൽ BJPയുടെ ഭരണം പോയേനെ. പക്ഷേ ഇത് 50-50 നിൽക്കുകയാണ്. 100 സീറ്റിൽ 101 സീറ്റിലാണ് 50-51 വരുന്നതെങ്കിലും ഭരണം പോയേനെ. പക്ഷേ ഇവിടെ ഇപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ചാൽ, ഒരു സീറ്റിൽ ഇപ്പോൾ സുഗതൻ്റെ ഇത് പോയി എന്നിരിക്കട്ടെ, അത് നഷ്ടപ്പെട്ടു, അസാധുവായി. അവിടെ തിരഞ്ഞെടുപ്പ് വരണം, 6 മാസത്തിനകം തിരഞ്ഞെടുപ്പ് നടത്തണം. അതുവരെ 100 സീറ്റിൽ 50-50 എന്നുള്ള നിലയ്ക്ക് തന്നെ പോകും. അല്ല, അവർ ഈ ഇടതുപക്ഷം ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. അത്തരമൊരു അല്ല, ക്ഷമിക്കണം, 50-49 അല്ല, 50 തന്നെ വരും. 50 തന്നെ വരും. 51-50 എന്നുള്ളത് 50-50 ആവും. അങ്ങനെ വരുമ്പോൾ തെരഞ്ഞെടുപ്പ് നടന്ന് അവിടെ ആര് ജയിച്ചു വരുന്നു എന്നുള്ളത് അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. ഇപ്പം ഇന്നത്തെ സാഹചര്യത്തിൽ വാഴോട്ടുകോണം വാർഡിൽ നിന്ന് BJP എങ്ങനെ സുഗതൻ രാജിവെക്കേണ്ടി വന്നു, സുഗതൻ്റെത് അസാധുവായി. BJP അല്ലാതെ വേറൊരാൾ ജയിക്കുമോ അവിടെ? ജയിക്കാം, സാധ്യത കുറവാണ്. ജയിക്കാം. കാരണം എന്തറിയോ, എന്താണെന്നറിയാം, CPM-ന് ഇത് വാശി, CPM-നും കോൺഗ്രസിനും ഇത് വാശിയുടെ മത്സരമായിരിക്കും. വാഴോട്ടത്തിൽ കോൺഗ്രസ് സ്ഥാനത്ത് ജയിക്കണം എന്നില്ല. ഒന്നുകിൽ കോൺഗ്രസ് സ്ഥാനത്ത് ജയിച്ചാൽ മതി, അല്ലെങ്കിൽ CPM-ന്റെ സ്ഥാനത്ത് ജയിച്ചാൽ മതി. അങ്ങനെ ചെയ്താൽ അങ്ങനെ ചെയ്താൽ കേരളത്തിൽ ഈ രണ്ടില്, അതായത് കോൺഗ്രസ് ഈ മണ്ടത്തരത്തിന് കൂട്ടു നിൽക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. CPM-ന് ഈ മണ്ടത്തരം ആകാം. അവർ അങ്ങനെയാണ്, ഒരു സത്യം തിരിച്ചറിയാൻ ഒരുപാട് നാളെടുക്കും. പക്ഷെ അത് ചെയ്താൽ കേരളത്തിൽ അത് ചെയ്യുന്ന പാർട്ടി ഏതാണോ ആ പാർട്ടി സമ്പൂർണ്ണമായിട്ടും തകരും. എനിക്ക് തോന്നുന്നില്ല. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതൊരു അവർ പറയും പ്രാദേശികമായ നീക്കുപോക്കാണെന്ന് പറയും. ഈ നീക്കുപോക്ക് നടത്തി രാജേഷ് ജി നോക്കൂ, 2004 തൊട്ടുള്ള ചരിത്രം വേണ്ട. നമ്മളിപ്പോൾ BJP നേതൃത്വത്തിന്റെ കഴിവില്ലായ്മ, ജില്ലാ ഘടകത്തിന്റെ ഇടയ്ക്ക് കഴിവില്ലായ്മയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ല, അവിടെ ഇനിയൊരു ഇലക്ഷൻ വന്നാൽ എത്രമാത്രം എൻ്റെ വിലയിരുത്തൽ പറയാം. 2 കാരണങ്ങളാണ്. ഒന്ന്, സുഗതനോടുള്ള സഹതാപം. തീർച്ചയായിട്ടും സുഗതൻ്റെ ഭാര്യയോ അങ്ങനെ ആരെങ്കിലും BJP മത്സരിപ്പിക്കും. അതോടുകൂടി ഈ സുഗതനോടുള്ള സഹതാപം അവിടെ വലിയ ഭൂരിപക്ഷത്തിൽ BJPയെ വിജയിപ്പിക്കും. നേരെ മറിച്ച് അവിടെ കോൺഗ്രസ്, ഇന്നത്തെ നിലയ്ക്ക് കോൺഗ്രസും CPM-ഉം അതായത് LDF-ഉം UDF-ഉം തമ്മിൽ അവിടെ സഹകരിക്കാനുള്ള സാധ്യത തുലവും കുറവാണ്. അങ്ങനെ സഹകരിച്ചാൽ അത് CPM-ന്റെ നാശമായിരിക്കും.
സഹകരിച്ചില്ലെങ്കിലും CPM പരമാവധി അല്ല, അത് മറ്റൊരു കാര്യം. വോട്ടർമാരാണ് തീരുമാനിക്കേണ്ടത്. അത് ഇന്നത്തെ നിലയ്ക്ക് ഞാൻ അവിടുത്തെ എനിക്ക് ഇപ്പോൾ വാഴോട്ടുകോണം വാർഡിനെ കുറിച്ച് ഒരു ചെറിയ ധാരണയുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞതാണ്. വർഷങ്ങളായിട്ട് CPMന്റെ കയ്യിലിരുന്ന വാർഡാണ്. അല്ല, അവിടെ CPMനെ സഹിക്കാൻ വയ്യാതെ ജനം അവസാനം തിരിഞ്ഞുകുത്തുക. എങ്ങനെ ബംഗാളിൽ എങ്ങനെ തിരിഞ്ഞുകുത്തിയോ അതുപോലൊരു തിരിഞ്ഞുകുത്തൽ നടത്തിയിട്ടാണ് സുഗതൻ അവിടെ ജയിച്ചത്. സുഗതൻ വർഷങ്ങളായിട്ട് അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. സുഗതൻ ഇന്നും ഇന്നലെയല്ല, ഏതാണ്ട് 10 വർഷത്തിൽ കൂടുതലായിട്ട് ഇവരുടെ കണ്ണിലെ 2010 മുതൽ ഇവരുടെ കണ്ണിലെ കരടാണ്. അങ്ങനെയുള്ള ആ സുഗതനെ ഇവർ ദ്രോഹിച്ചപ്പോൾ ഈ ഒരു എന്താ പറയുക, ഭരണം കയ്യിലിരുന്നതിൻ്റെ മറപിടിച്ച് ഈ ദ്രോഹം നടത്തിയപ്പോൾ അവിടുത്തെ ജനങ്ങൾ തീർച്ചയായിട്ടും ഒരു വാർഡിലെ വോട്ടർമാർ, ഒരു വാർഡെന്ന് പറഞ്ഞാൽ ചെറുതാണ്, ഒരു മണ്ഡലം പോലെ വലുതല്ല, അവിടുത്തെ വോട്ടർമാർ തീർച്ചയായിട്ടും അക്കാര്യത്തിൽ അവർ ശക്തമായ പ്രതികരിക്കും. എനിക്ക് BJPയുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് താങ്കൾ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് ഒട്ടും തന്നെ അഭിപ്രായമില്ല. BJP ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ സംസ്ഥാന പ്രസിഡന്റ് തൊട്ട് താഴെ ബൂത്ത് ലെവലിലെ പ്രസിഡന്റ് വരെ ഉറക്കമാണ്. ഇവരെന്താ ചെയ്യണേ? ജില്ലാ പ്രസിഡന്റുമാർ ഇപ്പോൾ 30 ജില്ലയാക്കി, 30 ജില്ലാ പ്രസിഡന്റുമാരുണ്ട്. ഇവർക്കാർക്കെങ്കിലും ഒരാളിനെ ഈ കേസ് കൊടുത്തൂടെ? നരേന്ദ്രമോദി ഇവരെല്ലാം ഇത്രയും വോട്ട് പിടിക്കുന്നതും ഇവിടെ ഈ നേട്ടങ്ങൾ കൊയ്യുന്നതും ഒക്കെ ആരുടെ കൂടി പച്ചയിലാണ്? നരേന്ദ്രമോദി എന്ന മനുഷ്യനുണ്ടാക്കുന്ന വേവുണ്ട് ഈ രാജ്യത്ത്. കന്യാകുമാരി തൊട്ട് കാശ്മീർ വരെ നരേന്ദ്രമോദി എന്ന ഒരു വ്യക്തി സിംഗിളായിട്ടുണ്ടാക്കുന്ന ഒരു ഏകനായ വ്യക്തി ഉണ്ടാക്കുന്ന ഒരു വേവുണ്ട്, ഒരു തരംഗമുണ്ട്. ആ തരംഗത്തെ BJP ഇവിടുത്തെ കേരളത്തിലെ നേതാക്കൾ കാണുന്നില്ലേ? എനിക്കത് മനസ്സിലാകുന്നില്ല. നമുക്കിപ്പോൾ എന്തായാലും ഇനി കാത്തിരുന്ന് കാണേണ്ടത് അത് എങ്ങനെയാണ് ഇവർ ഇനി ആ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ. അതെ, BJP എന്തൊക്കെ ചെയ്യാൻ പോകുന്നു? BJPയുടെ രാഷ്ട്രീയ സ്വഭാവം തന്നെ മാറ്റേണ്ട കാലം കഴിഞ്ഞു. ഇപ്പോൾ അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം പറയാം. മേയർ VV രാജേഷ് എത്ര ജനകീയനായി ഈ കഴിഞ്ഞ എത്ര മാസം ആയി രാജേഷ് മേയറായിട്ട്? നോക്കൂ, രാജേഷ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ചെയ്യുകയാണ്. രാജേഷിൻ്റെ കൂടെ ഒരു ക്യാമറമാനെ കൂടെ കൊണ്ടുപോയി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും. കാരണം രാജേഷ് എന്തെങ്കിലും അതിക്രമം കാണിക്കുന്നുണ്ടോ, രാജേഷ് എന്തെങ്കിലും നിയമവിരുദ്ധ പ്രവൃത്തി ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ജനം അറിയണമല്ലോ. അതുകൊണ്ട് രാജേഷ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും റെക്കോർഡറാണ്. എന്നിട്ട് അത് ജനങ്ങളിലേക്ക് കൊടുക്കുകയാണ് സോഷ്യൽ മീഡിയ വഴി. എത്ര നല്ല കാര്യമാണ് അത്! മാത്രമല്ല, ഇപ്പം ഭക്ഷ്യപദാർത്ഥങ്ങൾ റെയ്ഡ് ചെയ്ത് പിടിക്കുന്നു, അതുപോലെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ അപാകത കണ്ടെത്തുന്നു, ഈ ടെൻഡർ നടപടികളിലെ അഴിമതി കണ്ടെത്തുന്നു. ഇതൊന്നും കേവലം VV രാജേഷ് എന്ന മേയർ ഒറ്റയ്ക്ക് ചെയ്യുന്നതല്ല. രാജേഷിൻ്റെ കൂടെ ഒരു വലിയ ടീമുണ്ട്, രാജേഷിൻ്റെ കൂടെ കൗൺസിലർമാരുടെ ഒരു ടീമുണ്ട്. BJP നല്ല കാര്യങ്ങളാണ് ആ ചെയ്യുന്നത്, അതിനെ നമ്മൾ അംഗീകരിക്കുന്നു. പക്ഷേ അതൊരു മേയറും കൗൺസിലർമാരും ചെയ്യേണ്ട കാര്യമാണ്. ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് BJP എന്ത് ചെയ്യുന്നു? BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് തൊട്ട് താഴോട്ട് ബൂത്ത് ലെവൽ വരെയുള്ള ആൾക്കാർ എന്താണ് ഈ കാര്യത്തിൽ നിങ്ങളുടെ പ്രധാനമന്ത്രിയെ, നമ്മുടെ പ്രധാനമന്ത്രിയെ, അങ്ങനെ കൂടി പറയണമല്ലോ, നമ്മുടെ പ്രധാനമന്ത്രിയെ ഇങ്ങനെ അധിക്ഷേപിച്ചിട്ട് അപ്പോൾ ചോദിക്കും നിങ്ങൾക്ക് എന്നാ കേസ് കൊടുത്തൂടെ? നമ്മളെക്കാൾ മുമ്പേ കേസ് കൊടുക്കേണ്ട മാധ്യമങ്ങളുടെ ജോലി ഇത് പൊതുജനങ്ങളുടെ മുന്നിൽ കൊണ്ടുവരിക എന്നുള്ളത്. അത് നമ്മൾ ചെയ്യുന്നുണ്ട്. BJPയുടെ ജോലി, BJP ഇക്കാര്യത്തിൽ എന്ത് ചെയ്യുന്നു? BJPക്ക് വേണ്ടി പണിയെടുക്കലല്ല മാധ്യമങ്ങളുടെ ജോലി. BJP ഇക്കാര്യത്തിൽ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് ചോദ്യം. അതിൻ്റെ ഉത്തരം വരട്ടെ.